നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഹരീന്ദ്രനോട് ആര്യം പറഞ്ഞു, വിളിക്കടാ, ആലോകിനെ വിളിച്ച് സംസാരിക്കാൻ പറയണം. അല്ല, എന്താ ഞാൻ വിളിച്ച് പറയേണ്ടതെന്ന് ചോദിച്ചു. എന്താ വിളിച്ച് പറയേണ്ടതെന്നോ? ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞാൽ മതി അവനോട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് ഹരീന്ദ്രനെ വിളിക്കാതിരിക്കാൻ പറ്റിയില്ല അലോകിനെ. അങ്ങനെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണം. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഗോമതിയെ പിടിച്ചോണ്ട് കാറിനടുത്തേക്ക് വരുവാണ് മീനാക്ഷിയും അനുശ്രീയും കൂടെ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അല്ല, അവരെ ഒന്നും കാണുന്നില്ലോ എന്ന് പറയാണ്. അതെ, എന്തൊക്കെയോ ക്ഷേത്രത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ആര്യൻചേട്ടനെ അവരെയൊന്നും കാണാത്തേന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ. അല്ല, ബാലേട്ടനെ കാണുന്നില്ലോ എന്ന് പറഞ്ഞു. അച്ഛനല്ലേ അവിടെ നിൽക്കണേന്ന് പറഞ്ഞു. അല്ല, സ്വാമിപ്പൂറ്റിയായിട്ട് എന്തോ സംസാരിക്കാനുള്ളോ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. ഏ, എൻ്റെ അമ്മേ, അമ്മയ്ക്ക് ഇപ്പൊ തന്നെ കാല് മേല കല്ലാണി കൊണ്ടതല്ലേ. അമ്മ ഒരു കാര്യം ചെയ്യും, കാറിലേക്ക് കയറ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഒന്ന് ട്രീറ്റ് എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെന്താ? ട്രീറ്റ് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അനുശ്രീ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. കാലയല്ലേ ആണ് കൊണ്ടു കയറിയതല്ലേ, വല്ല തുരുമ്പുള്ളതാണോന്ന് ആര് കണ്ടു? അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ട്രീറ്റ് എടുത്തിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് സ്വാമി പോറ്റിയായിട്ട് ബാലനും മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, അതെ, ഗോമതി ഉള്ളതുകൊണ്ട് മാത്രം മുമ്പ് ഞാൻ ആ കാര്യങ്ങൾ പറയാതിരുന്നേ. അത് കേട്ടപ്പോൾ ബാലൻ ചോദിച്ചു, എന്താ സ്വാമി പറ്റി, കാര്യം എന്താന്ന് ചോദിച്ചു. അതെ, ബാലന്റെ കുടുംബത്തിൽ ഒരു വലിയ ദുരന്തം സംഭവിക്കുമെന്ന് പറഞ്ഞു. ദുരന്തമോ? അപ്പൊ അതിനു വേണ്ടിയിട്ടല്ലേ സ്വാമി പറ്റി ഈ അഗ്നിപൂജയൊക്കെ നടത്തിയത്? ശരി തന്നെയാ, അഗ്നിപൂജയൊക്കെ നടത്തി. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അഗ്നിപൂജ നടത്തി കഴിയുമ്പോൾ ദേവി ചില ഫലങ്ങളൊക്കെ കാണിച്ചു തരും. അത് പ്രകാരമാണ് ഞാനിപ്പോ കാര്യങ്ങൾ പറയുന്നേ. ദുർനിമിത്തങ്ങളെ കണ്ടത്. അഗ്നിപൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ രക്തം വീണില്ലേ, അതൊരു ദുർനിമിത്തമാണ്. പിന്നെ അതുപോലെ പല കാര്യങ്ങളും. അതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലായി, ബാലന്റെ കുടുംബത്തിൽ ഒരു ദുരന്തം സംഭവിക്കുന്നു. അല്ല സ്വാമി, അതിന് മാത്രം ഞങ്ങള് ഈ അഗ്നിപൂജ നടത്തുന്നതിന് ആ സമയത്ത് അതിനു മുമ്പ് വ്രതം മുടക്കും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലോ. സ്വാമി പോറ്റി പറഞ്ഞോടെ തന്നെ ഞാനും ഗോമതി ഞങ്ങൾ എല്ലാവരും വ്രതമെടുത്തത്. എല്ലാ കാര്യങ്ങളും നടത്തി, ആഹാരം കഴിക്കാതിരിക്കുകയോ എല്ലാം ചെയ്തു. അതൊക്കെ ശരി തന്നെയാ ബാല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പക്ഷേങ്കിൽ ഒരു അത്യാഹിതം നടക്കുമെങ്കിലും അതിന്റെ കാഠിന്യം കുറച്ച് കുറവായിരിക്കും. അല്ലാതെ അതിനെ ഒഴിവാക്കാനായിട്ട് പറ്റില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലന് ടെൻഷനായി. അപ്പോഴേക്കും സ്വാമിപ്പേറ്റ് പറഞ്ഞു, ദേവിയുടെ ഭഗവാന്റെയൊക്കെ അനുഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ വരാൻ പോകുന്ന ദുരന്തത്തിന് കുറച്ച് കാഠിന്യം കുറവായിരിക്കും, എന്നാലും ഫലത്തിൽ ആ ദുരന്തം സംഭവിക്കുന്ന തന്നെ കാണിക്കുന്നത്. അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്താലോ, ഒന്നുകൂടെ ഒന്ന് അഗ്നിപൂജ നടത്തി നോക്കിയാലോ എന്ന് ബാലന് സ്വാമിപ്പറ്റിയോട് പറയാണ്. അത് ശരിയാകത്തില്ല ബാല. ഒരു അഗ്നിപൂജ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 41 ദിവസം കഴിഞ്ഞിട്ടോ അടുത്ത അഗ്നിപൂജ നടത്താൻ പാടുള്ളൂ. അത് മാത്രമല്ല, ഒരെണ്ണത്തിന്റെ ബലം നെഗറ്റീവായിട്ട് കാണുന്നെങ്കിൽ വീണ്ടും നടത്തിയോണ്ട് അങ്ങനെ അപ്പൊ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഇതിന് ദേവി അനുമതി തരുകയും ചെയ്യണം. അല്ല സ്വാമിപ്പേറ്റി, ദേവി അനുമതിയൊക്കെ തന്നിട്ടില്ല നമ്മൾ ഈ അഗ്നിപൂജ നടത്തിയത്, പിന്നെന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു. അതെ, ചില കാര്യങ്ങൾ അത് വന്നു ഭവിക്കേണ്ട കാര്യങ്ങളാണ്, അത് വരിക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഈ അഗ്നിപൂജയും കാര്യങ്ങളൊക്കെ നടത്തിയതുകൊണ്ടായിരിക്കും അതിന്റെ കാഠിന്യം കുറച്ച് കുറവായിരിക്കും എന്ന് ഞാൻ പറഞ്ഞേ. ബാല, അതുകൊണ്ട് സൂക്ഷിക്കണം. ഗോമതിയെ കേട്ടിട്ടുണ്ടെങ്കിൽ ഗോമതിക്ക് ടെൻഷൻ ആവില്ലെന്ന് കരുതിയിട്ടാ ഗോമതിയുടെ കേൾക്കെ പറയാതെ ബാലനെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചെന്ന് പറഞ്ഞു. ബാലന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി എന്ത് സംഭവിക്കാം എന്നൊരു ചിന്ത ബാലന്റെ മനസ്സിലേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പം അലോക് ഒരു പാലത്തിന്റെ അവിടെ നിൽക്കുകയാണ്. ഇങ്ങോട്ടേക്ക് വരാനുള്ള അയാൾ പറഞ്ഞു, അയാളെ കണ്ടില്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് കയ്യിൽ വടിയൊക്കെ ആയിട്ട് ആനന്ദ് ഒരു സൈഡിലേക്ക് വന്നു, മറു സൈഡിലേക്ക് ആര്യനും ആകാശവും ഒക്കെ വരുവാണ്. അങ്ങനെ അലോക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവന്മാരെ കണ്ടു. അലോക് ഓടാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആര്യനും ആകാശം എല്ലാരും കൂടെ വന്നിട്ട് അലോകിനെ അടിക്കുവാണ്. അവിടെ ഇട്ട് നല്ല വെണ്ണം തന്നെ ചതച്ചു. ഒടുവിൽ അലോക് അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ അങ്ങനെ ഓടി രക്ഷപ്പെടാനായിട്ട് അവനെ സമ്മതിച്ചില്ല. അവിടെ ഇട്ട് അവനെ ഇടിച്ച് ഇഞ്ച പരുവാക്കണം. ഒടുവില് അവിടെ കിടന്നൊരു ബീർ കുപ്പി ആകാശം എടുത്തു. ആ കുപ്പി എടുത്തു കഴിഞ്ഞപ്പത്തിന് ആര്യം പറഞ്ഞു, ആകാശേട്ടാ, അതെനിക്ക് ഇങ്ങോട്ട് ഇട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ ആകാശിന്റെ കയ്യിൽ നിന്ന് ആര്യൻ ആ കുപ്പി വാങ്ങി അത് വെച്ച് അവന്റെ തല തല്ലി പൊളിച്ച് അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴത്തേനുമാണ് അലോക് പേടിച്ചു പോയത്. അലോക് പേടിച്ചു പോയിട്ട് പറഞ്ഞു, ആര്യ, എന്നെയൊന്നും ചെയ്യരുതെന്ന് പറയാണ്. നിന്നെ ചെയ്യരുതെന്ന്. എന്റെ അമ്മയെ കൊല്ലാൻ നോക്കി നിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണോ? വെറുതെ വിടണോ? നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്നത്തോടുകൂടി നിന്റെ കഥ കഴിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുപ്പി വെച്ച് അടിക്കാൻ തുടങ്ങുമ്പോഴത്തേനാണ് ധർമ്മന്, എടാ ആര്യാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഓടി അങ്ങോട്ട് വന്നേ. എടാ വിട്ട് കളയടാ എന്ന് പറഞ്ഞു. എന്താ കുപ്പി മേടിച്ച് അങ്ങോട്ട് കളഞ്ഞു. നമ്മൾ പേപ്പെട്ടിയൊക്കെ എന്ത് ചെയ്യണ്ടേ? ഒന്നെങ്കിൽ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി ഇടുകയല്ലേ ചെയ്യുന്നേ. ഇപ്പൊ തന്നെ ഇവനെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയല്ലോ, ഇത് മതിയെന്ന് പറഞ്ഞു.
എന്നിട്ട് അലോകിനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോടാ അവിടുന്ന്. ഇത് നിനക്ക് ഞങ്ങൾ തരുന്ന ദാനമായിട്ട് നൽകിയ ജീവിതം അറിയാലോ. ഇനി എന്റെ ചേച്ചിയുടെ നേർക്കും ആ കുടുംബത്തിന് നേർക്കാണ് നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടത്തില്ല അലോകെ. ജീവനോടെ നീ പിന്നെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലോക ആകപ്പാടെന്ന് പതറി. വാടാ മക്കളെന്ന് പറഞ്ഞോണ്ട് ധർമ്മന് ആകാശിനെ ആര്യനെയൊക്കെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അലോക് ഒരു വിധത്തിലാണ് തന്റെ ബൈക്ക് ഉരുട്ടി നേരെ കൃഷ്ണമംഗലത്തേക്ക് വരുന്നത്. രാശ്രീ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ഇതെന്താണ് മോനെ, ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അലോകിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല രാശ്രീക്ക്. അലോകിന്റെ നെറ്റിയിലാണെങ്കിലോ ഒരു ബാൻഡേജ് ഒക്കെ ഒടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താടാ ഇത്? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലെന്നോ? എന്താടാ നിനക്ക് ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എടാ മോനെ, നിന്നെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നീട് അലറി വിളിക്കുക, അച്യുതേട്ട അനന്തേട്ട ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ ഇറങ്ങി വന്നു. നോക്ക്, അലോക് വന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ഇവന് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഇവരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. നന്ദിതേ മുത്തശ്ശി എല്ലാവരും കൂടെ ഇറങ്ങി വന്നു. ആ സമയത്ത് അച്ഛനും ചോദിച്ചു, എന്താടാ നിനക്കിത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല അച്ഛാ. ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ മുഖത്തൊക്കെ ഈ മുറിവും കാര്യങ്ങളൊക്കെ? എന്താടാ വല്ല പ്രശ്നമുണ്ടോ? ആരെങ്കിലും നിന്നെ തല്ലിയോ എന്നൊക്കെ ചോദിച്ചു. ഒടുവിൽ അലോക് പറഞ്ഞു, എന്നെ തല്ലിന്ന് പറയണം. അനന്തൻ ചോദിച്ചു, ആരടാ നിന്നെ തല്ലിയത്? അവനെ വെറുതെ വിടലെന്ന് പറഞ്ഞു. അത് പിന്നെ ദേവമംഗലത്തുള്ള ആരിനും ആകാശവും ആനന്ദമൊക്കെയാന്ന് പറഞ്ഞു. അവരെന്തിനാണ് നിന്നെ തല്ലിയത്? എനിക്കറിയില്ല, ഞാൻ വഴി നിൽക്കുമായിരുന്നു. നീ എന്താണ് ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചോണ്ടാ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ തല്ലിയെന്ന് പറഞ്ഞു. ആനന്ദം പറഞ്ഞു, ഓഹോ അപ്പൊ അത്രയ്ക്ക് അഹങ്കാരോ? ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല. വാടാ അച്യുത, നമുക്ക് ചോദിക്കണ്ടേന്ന് ചോദിച്ചു. അച്യുതൻ പറഞ്ഞു, ചോദിക്കണോ അനന്തേട്ടാ, ചോദിച്ചിട്ട് എന്നെ കാര്യം എന്നും പറഞ്ഞിട്ട് അവർ ചോദിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇന്ദിരാൻ പറഞ്ഞു, എടാ അനന്ത, കാര്യം എന്താന്ന് അറിഞ്ഞിട്ട് പോരെ, സത്യം എന്താന്ന് മനസ്സിലാക്കാതെ വെറുതെ ഒരു പ്രശ്നത്തിന് പോണോന്ന് ചോദിച്ചു. അതെ അമ്മയുടെ കാര്യം നോക്കിയാൽ മതി. അമ്മയ്ക്കല്ലേലും അവരോട് ഇച്ചിരി കൂടുതലാന്ന് ഞങ്ങൾക്കറിയാം. ഇതേ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ത് ചെയ്യണമെന്ന്. ഞങ്ങൾ ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. അമ്മയൊന്നും മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ദേവമംഗലത്തിന്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് വിളിച്ചോണ്ട്. പിന്നീട് അനന്തനും ദേവമംഗലത്തിന്റെ മുറ്റത്തേക്ക് വരുവാണ്. കൂടാതെ അച്യുതനും അലോകും എല്ലാവരും ഉണ്ട്. അങ്ങനെ വന്നിട്ട് അനന്തം വിളിച്ചു, എടാ ബാല ഇറങ്ങി വാടാന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പോഴേക്കും ബാലൻ ഇറങ്ങി വന്നു. പിന്നാലെ ഗോമതി ആര്യനും ആകാശവാരെല്ലാരും കൂടെ അങ്ങോട്ട് വരുവാണ്. എടാ ബാല, ഒരു കാരണമില്ലാതെ നിന്റെ ആൺമക്കള് എന്റെ അലോകിനെ തല്ലി ചതച്ചെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, ഒരു കാരണമില്ലാതെ അങ്ങനെ എന്റെ മക്കളെങ്ങനെ ആരെ അങ്ങനെ തല്ലി ചതയ്ക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അച്യുതൻ പറഞ്ഞു, നിന്നെ വെറുതെ വിടലടാ, നിന്നെയൊക്കെ ഉണ്ടല്ലോ ഞാൻ ശരിയാക്കുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ആകാശ് പറഞ്ഞു, അങ്ങനെ അത്ര ധൈര്യം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് വന്നേ, അച്ഛനെ നേർക്കൊന്ന് കൈവെക്കി നോക്ക്, ഒന്നിനെ ഞങ്ങൾ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അച്യുതൻ പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? അങ്ങനെയാണ് കണ്ടിട്ട് തന്നെ കാര്യം. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ചൊണയുണ്ട് ഇങ്ങോട്ടേക്ക് വാ, ഇങ്ങോട്ട് വന്ന് അച്ഛൻ്റെ നേരെ ഒന്ന് കൈവെക്കാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, ധ്യാനന്താ അച്യുത, നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം, എന്റെ നേരെയും കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ മക്കള് വെറുതെ ഇരിക്കില്ല. നിങ്ങളെ വെറുതെ വിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അച്യുതൻ പറഞ്ഞു, എന്റെ മകനെ നേരെ കൈപൊക്കി എന്റെ മാനി ഇടിച്ച് ഈ ഇഞ്ച പരുവാക്കി, എന്നിട്ട് നീയൊക്കെ സുഖിച്ചിവിടെ കഴിയാന്ന് വിചാരിച്ചോ? ഒരിക്കലും ഇല്ലടാ, നിന്നെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, നീയൊക്കെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാണ്. എന്തേലും ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വാ, അപ്പൊ കാണാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അനന്തം പറഞ്ഞു, എടി നീ എന്നു മുതലാ എന്റെ അലോകിനെയാണ് ഇല്ലാതാക്കാനായിട്ട് ഇവന്മാര് ശ്രമിച്ചത്. കണ്ടില്ലേ, ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് അത് സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അതിന്റെ ഇടയ്ക്കിലേക്ക് ഇന്ദിരാമ കയറുവാണ്. ഇന്ദിരാമ കയറിയിട്ട് പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോന്ന് ചോദിച്ചു. കുറച്ച് സമയമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളൊക്കെ നടത്തുന്നേ. അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എടാ അനന്ത, നിനക്ക് ഈ നിൽക്കുന്ന ബാലൻ ആരാ എന്ന് ചോദിച്ചു. ഒരക്ഷരം പോലും അനന്തം മിണ്ടിയില്ല. ഒന്നുമല്ലേലും നിങ്ങള് ബന്ധുക്കാരല്ലേടാ? ഗോമതി ആരടാ നിനക്ക്? നിന്റെ പെങ്ങളല്ലേടാ? എന്നിട്ടാണ്ട ഈ വെല്ലുവിളി നടത്തുന്നേ. എന്നെങ്കിലും ഇത് അവസാനിക്കുകയും കുടിപ്പകാന്ന് ഓർത്തിരുന്ന, പക്ഷെ അവസാനിക്കും തോന്നില്ല. എന്റെ മരണത്തോടു കൂടിയെങ്കിലും ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അതും എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാലത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്ന കണ്ട് ജീവിതം തീർക്കാനായിട്ടാ എന്റെ വിധി, അല്ലാതെ ഞാൻ എന്ത് പറയാനായിട്ടാ? നിനക്കൊക്കെ നാണമുണ്ടോ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാനായിട്ട്? ഇന്ന് അവസാനിക്കും നാളെ അവസാനിക്കും എന്ന് കരുതി ഇരുന്നിട്ട് ഇതിനൊരു അവസാനം ഇല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പോ അനന്തം പറഞ്ഞു, അമ്മ കണ്ടില്ലേ അലോകിനെ ഇടിച്ച് ഈ പരുവാക്കി വെച്ചിരിക്കുന്നേ? അതിന് യുവമാർക്ക് ആരാ അനുവാദം കൊടുത്തേ? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അലോകിനെ ഇടിച്ച് ഈ പരുവാക്കി വെച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഇന്ദിരാമ്മ എന്നിട്ട് ബാലനോട് പറഞ്ഞു, ബാല
എന്തിനാ ഏതൊന്നും അറിയത്തില്ല. അലോകിനെ ആനും ആകാശവും ഒക്കെ തല്ലിയെന്നാ പറയുന്നേ. പിന്നീട് ആനോട് ചോദിച്ചു, എന്താടാ മോനെ, നീ എന്തിനാ അലോകിനെ തല്ലിയത് നിങ്ങള്? അത് കേട്ട് കഴിഞ്ഞപ്പോ അലോക് പറഞ്ഞു, അലോകല്ല, ആര്യം പറഞ്ഞു, ഒരു കാര്യമില്ലാതെ ഞങ്ങള് അലോകിനെ തല്ലുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ഇല്ലാതല്ല, കാര്യം ഉണ്ടായിട്ട് തന്നെ തല്ലിയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഇന്ദിരാമ്മ പറഞ്ഞു, കാര്യം ഉണ്ടായിട്ടോ? പിന്നല്ലാതെ എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവനെന്താ ഞാൻ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ബാക്കി എല്ലാരും ഞെട്ടി. അനന്തൻ അലോകിനോട് ചോദിച്ചു, എന്താടായി കേൾക്കണേ? വെറുതെ കള്ളത്തരം പറയുന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അതെ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി ഞാൻ അങ്ങോട്ട് പറയാന്ന് പറഞ്ഞു. അഗ്നിപൂജ നടക്കുന്ന സമയത്ത് ഗോമതി അവിടെ വെച്ച് തീർക്കാനായിട്ടാണ് അലവ് അങ്ങോട്ടേക്ക് വന്നത്. അവിടെ വെച്ച് കൊല്ലാൻ നോക്കി. അതിന് പ്രതിഫലമായിട്ടാണ് അവനിട്ട് തല്ലു കൊടുത്ത എന്റെ മക്കളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദിത ഇന്ദിരാമ്മ എല്ലാരും ഞെട്ടുവാണ്. ആനന്ദ ചോദിച്ചു, സത്യമാണോ അവിടെ അലോകെന്ന് ചോദിച്ചു. വെറുതെ കള്ളത്തരം പറയുന്ന വലിച്ച, ഇതൊന്നും ഉള്ളതല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, കള്ളത്തരമാണ് പോലും. ഇത്ര സമയം അവന്റെ തല പൊങ്ങിയായിരുന്നു നോക്കിയേ. ഇത്ര എല്ലാരും ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ തല കുണിച്ച് നിൽക്കുമായിരുന്നല്ലോ. എടാ, ഇനി ഞങ്ങൾ കള്ളത്തരം പറയുന്നതാണ് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ തന്നെ ആ ദേവിമാര ക്ഷേത്രത്തിലെ മാനേജരെ വിളിക്കാം, ഹരീന്ദ്രനെ. അയാൾ പറയട്ടെ ഞങ്ങൾ കള്ളത്തരാണോ പറയണേന്ന്. അത് കേട്ടപ്പോ അലോകിന്റെ തല കാണും. അലോകിനൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭതരം നേർന്നുകൊണ്ട് നിർത്തുന്നു.